സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവജനമേ, വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പം പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. സ്തോത്രം. അല്പസമയത്തേക്ക് താങ്കളോട് ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചുരുക്കം ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. യേശു ക്രിസ്തു ഒരിക്കൽ ഈശ്വരമായി പടകിൽ പോകുമ്പോൾ പടകിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാല, വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം, പടക് വഞ്ചി മുങ്ങുമോ എന്നുള്ള ഭയം. അപ്പോൾ ക്ഷീണം കൊണ്ട് വഞ്ചിയുടെ അമരത്തിൽ ഉറങ്ങുകയായിരുന്ന യേശു ക്രിസ്തു വഞ്ചിയിലുണ്ടായ ശിഷ്യന്മാർ, മുക്കുവന്മാർ ആവോളം പരിശ്രമിച്ചിട്ടും പടക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പടകിൻ്റെ നിയന്ത്രണമെല്ലാം കയ്യിൽ നിന്ന് പോയി. തിരമാല, തിരകൾ, തള്ളിക്കയറ്റം, കൊടുങ്കാറ്റ് കപ്പലിനെ പടകിനെ നിയന്ത്രിച്ചുകൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവർ അമ്പലത്തിലൂടെ ഉറങ്ങുകയായിരുന്നു. യേശുവിനെ വിളിച്ചു നടത്തി. യേശുവിനോട് പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതെന്ന് എനിക്ക് വിചാരമില്ലയോ? കർത്താവ് എഴുന്നേറ്റുന്നുകൊണ്ട് പ്രകാരം പറഞ്ഞു, കാറ്റേ ശാന്തമാകുക, കാറ്റിലെ ശാന്തമാകുക. കാറ്റും കാട്ടിലും ശാന്തമായി. അവർ അക്കരയ്ക്ക് എത്തി. കർത്താവായ യേശു ക്രിസ്തു പ്രകൃതിയുടെ മേലധികാരമുള്ളവൻ. പ്രകൃതി പോലും കർത്താവിനനുസരിക്കുന്നു. സ്തോത്രം. കാറ്റും കാട്ടിലും ശാന്തമായി സ്വസ്ഥതയോടെ അവർ കരയ്ക്കെത്തിക്കാനിടയായി. സ്തോത്രം. പ്രകൃതിയുടെ മേലധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ. ലാസർ മരിച്ചു. ദീനമായി കിടക്കുമ്പോൾ ലാസറിൻ്റെ മാർത്തയും സഹോദരിമാരെ യേശുവിനെ അറിയിച്ചതാ. യേശു തിരിഞ്ഞു നോക്കിയില്ല, വന്നില്ല. 3 ദിവസം കടന്നു വന്നില്ല. 4-ാം ദിവസം വന്നപ്പോൾ സഹോദരിമാർക്ക് പറയാൻ മരിച്ചു, 4 ദിവസമായി നാട്ടിൽ വെച്ച് കാണും. എവിടെ വെച്ച് അടയ്ക്കും ചോദിച്ചപ്പോൾ പറയുകയാണ്, മാർത്തയും പറയും, മരിച്ചു 4 ദിവസമായി നാട്ടിൽ വെച്ച് കാണും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തിന്മേൽ അധികാരമുള്ളവൻ ലാസറിനെ കല്ലറ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മരിച്ചു നാട്ടിൽ വെച്ച ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. സ്തോത്രം. മരണത്തിന്മേൽ അധികാരമുള്ളവൻ. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ബൈബിളിൽ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി. യേശുവിനോട് ഇവരറിയിച്ചു. യേശു ചെന്നു. ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ മാത്രമേ യായിറോസിൻ്റെ മകൾ എഴുന്നേറ്റു. ആത്മാവിനെ തിരിച്ചു വരുത്തി മകളെ പിതാവിനെ യായിറോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. മരണത്തിന്മേൽ അധികാരമുള്ളവൻ. സ്തോത്രം. രോഗത്തിന്മേൽ അധികാരമുള്ളവൻ. ബെത്സയിദ കുളക്കടവിൽ 38 വർഷം പക്ഷപാതരോഗിയായി കിടന്നിരുന്ന വ്യക്തിയെ യേശു ക്രിസ്തു 38 വർഷം പക്ഷപാതരോഗിയായി കിടപ്പാ. യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ കിടക്കി എടുത്ത് എഴുന്നേറ്റ് നടക്കുക. പറഞ്ഞ മാത്രയിൽ ആ വ്യക്തി, പക്ഷപാതം പിടിച്ചു കിടന്ന വ്യക്തി എഴുന്നേറ്റും കൊണ്ട് കിടക്കി എടുത്ത് എഴുന്നേറ്റ് നടന്നു. രോഗത്തിന്മേൽ അധികാരമുള്ളവൻ. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലും തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊട്ടപ്പോൾ രക്തസ്രാവം നിന്നു. ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു സൗഖ്യം. അടുത്തത് സ്തോത്രം. 18 വർഷം കൂനിയായിരുന്ന സ്ത്രീ. യേശു പറഞ്ഞു, പള്ളിയിൽ വന്നിരുന്ന സ്ത്രീയോട്, ഇവൾ അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇവളെ സൗഖ്യമാക്കേണ്ടതല്ലയോ? അബ്രഹാമിന് 18 വർഷം കൂനിയായിരുന്ന സ്ത്രീ സൗഖ്യമാക്കി. യേശു തൊട്ടു. നിവർന്ന് സ്ത്രീ കൂനിമേൽ നിന്ന് സൗഖ്യം ലഭിച്ചു. ഭൂതങ്ങളുടെ മേലധികാരമുള്ളവൻ. സ്തോത്രം. 6000 ഭൂതമുള്ള വ്യക്തിയെ യേശുവിൻ്റെ മുമ്പിൽ ഭൂതമെല്ലാം വിട്ടുപോയിക്കൊണ്ട് സ്വതന്ത്രനായി, തുണിയിരിക്കാത്ത, കല്ലറയിൽ പാർക്കുന്ന,
കല്ലുകൊണ്ട് സ്വന്തം ശേഷം കുത്തിമുറിവേൽപ്പിക്കുന്നു. ആ ഭൂതം യേശുവിന് മുമ്പിൽ ശാന്തനായി വണങ്ങി വന്നിരുന്നു. വചനം കേട്ടു, വസ്ത്രം ധരിച്ചു, ദൈവതരായി. അദ്ദേഹത്തോട് ഭൂതത്തിന് സാന്ത്വനം കിട്ടിയ വ്യക്തി യേശുവിനോട് ചോദിച്ചു, അങ്ങയുടെ കൂടെ സുവിശേഷം അറിയിക്കാൻ ഞാനും വരട്ടെ? യേശുവിന് വരണ്ട, നീ നിന്റെ നാട്ടിൽ പോയി നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത് പോയി പറയാമെന്ന് പറഞ്ഞു. അത് അപ്രകാരം തെക്കുപൊരിക്ക ദേശത്ത് യേശുവിനെ ഉയർത്തിയ ആ ഭൂതത്തിന് സ്വതന്ത്രനായ വ്യക്തി തെക്കുപൊരിക്ക ദേശത്തെ സുവിശേഷകനായി മാറി. അത്ഭുത മന്ത്രി വീരനാഥ യേശുക്രിസ്തുവിനെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കൊന്ന് വിരമിക്കുന്നു. പ്രകൃതിയുടെ മേലധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, സർവശക്തനായ യേശുക്രിസ്തുവിന് മുമ്പിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും പറയുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര സമയം ശ്രദ്ധിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ടിറ്റോ വടക്കൻ അക്കീക്കാവ്.